ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന സിനിമയാണ് ജിജോ പുന്നൂസ് സംവിധാനം ചെയ്ത ചിത്രം. 80കളിൽ ഇറങ്ങിയ ഈ ചിത്രത്തിനെ വെല്ലുന്ന മറ്റൊരു 3D ചിത്രം പിന്നീട് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ലെന്ന് ബേസിൽ ജോസഫ് പറയുന്നു. സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളി എടുക്കാനെല്ലാം മൈ ഡിയർ കുട്ടിച്ചാത്തൻ വലിയ പ്രചോദനമായിട്ടുണ്ടെന്നും അതിനെ വെല്ലുന്ന ഒരു 3D ചിത്രം പിന്നീട് ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയിട്ടില്ലെന്നും ബേസിൽ പറഞ്ഞു. റേഡിയോ മാംഗോയോട് സംസാരിക്കുകയായിരുന്നു ബേസിൽ. മിന്നൽ മുരളിക്കൊക്കെ ഒരുപാട് പ്രചോദനമായ സിനിമയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അന്നത്തെ കാലത്ത് അങ്ങനെയൊരു സിനിമ അവരുടെ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് എക്സിക്യൂട്ട് ചെയ്യുക എന്നത് വലിയ കാര്യമാണ്. ജിജോ പുന്നൂസ് എന്ന സംവിധായകൻ ചെയ്ത അതിൻ്റെ ഡോക്യുമെൻ്ററിയൊക്കെ വളരെ പോപ്പുലറാണ്. അതൊക്കെ വലിയ രീതിയിൽ നമ്മളെയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി സെറ്റുകൾ ഉണ്ടാക്കുകയും ഈ പറഞ്ഞതുപോലെ ഭിത്തിയിലൂടെ നടക്കാനായി സ്റ്റുഡിയോയിൽ റിവോൾവിംഗ് സെറ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ഹോളിവുഡ് ചിത്രം ഇൻസെപ്ഷനിലെല്ലാം ആ ടെക്നിക്ക് വന്നു. പക്ഷേ അതിനു മുമ്പേ ഇവിടെ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ പരീക്ഷണമായ ഒരു ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഒരു റെവല്യൂഷണറി ചിത്രമാണ് അത് നമ്മളെയെല്ലാം വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ പിന്നീടൊരു 3D സിനിമ അങ്ങനെ കൺവിൻസിംഗ് ആയി വന്നിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ലോക സിനിമകൾ തീർച്ചയായുമുണ്ട്. പക്ഷേ 80കളിൽ ഇറങ്ങിയ ആ ചിത്രത്തെ വെല്ലാൻ ഒരു ഇന്ത്യൻ സിനിമ വേറെയില്ല, ബേസിൽ ജോസഫ് പറയുന്നു.